ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടൊരു ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മസാല ഒന്ന് റെഡിയാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഫിഷ് ഒന്ന് മസാല എല്ലാം ഒന്ന് പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും പച്ചമുളകും ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് കൊടുക്കാം. സവാള എല്ലാം ഇവിടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും സവാളയെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മീനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിന്നും മസാലയൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാല എല്ലാം ഒന്ന് ഫിഷിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലായിടും ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മീൻ റോസ്റ്റ് എല്ലാം കുറുകി വറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും.